ഹലോ എവരിവൺ, ഞാൻ അഞ്ജലിയൊക്കെ. അപ്പം ഇതിന് മുന്നേറ്റ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് സൈക്കോളജീനെ കുറിച്ചിട്ടാണ്. എന്താണ് സൈക്കോളജി എന്നുള്ള അതിൻ്റെ ഏറ്റവും മോസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ സൈക്കോളജി എവിടുന്ന് ഡിറൈവ് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമുക്കിന്ന് ബിഹേവിയറിനെ കുറിച്ച്, എന്താണ് ബിഹേവിയർ, എങ്ങനെയാണ് ബിഹേവിയറിൻ്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവെ പലർക്കും ക്യൂരിയസ് ആയിട്ടുള്ള ഒരുപാട് അറിയാൻ ആകാംക്ഷയുള്ളൊരു കാര്യമാണ് പെരുമാറ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനവും ബിഹേവിയർ തന്നെയാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഓരോരുത്തരുടെ വ്യത്യാസങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. ബിഹേവിയർ, ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ബിഹേവിയർ, അതായത് നമ്മളുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിപ്പം നമ്മളുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് നമ്മളുടെ ശരീരഘടന സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ എന്ന് വെച്ചാൽ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ, കോഗ്നിറ്റീവ് എന്ന് പറയുമ്പം നമ്മളുടെ ഫീലിങ്സ്, മോട്ടിവേഷൻ, ചിന്ത തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. പിന്നെ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കുന്നതാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവയൺമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മളുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ കണ്ടും കേട്ടും വളരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് സ്വാധീനിക്കും, നമ്മളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ വാരീസ് ഇൻ കോംപ്ലക്സിറ്റീസ്. അതായത് കോംപ്ലക്സ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിഹേവിയർ. ഏറ്റവും സിമ്പിളായ കാര്യം മുതൽ ഏറ്റവും സീരിയസ് ആയ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ പോലും നടക്കുന്നത് ബിഹേവിയറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, ഇതുപോലൊരു പെന്നെടുക്കുക, നിലത്തുനിന്നൊരു പെന്നെടുക്കുക എന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ നേരെ മറിച്ചൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ലൈക്ക് ഗിത്താറോ പിയാനോ അങ്ങനത്തെ സാധനങ്ങൾ പഠിച്ചിട്ട് അത് വായിക്കുക എന്നുള്ളത് നമ്മൾ കുറച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല, അതിന് കഴിവും പരിശീലനമാണ് അല്ലേ. അതേപോലെ ചന്ദ്രനിൽ കാലുകുത്ത പോലെയുള്ള അത്യപൂർവങ്ങളായ കാര്യങ്ങളും ഈ പറയുന്ന ബിഹേവിയറിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പം അതാണ് പറയുന്നത്, ബിഹേവിയർ കോംപ്ലക്സ് ആണ്. പിന്നെ പറഞ്ഞ പോലെ റോക്ക് ക്ലൈമ്പിങ്, പിന്നെ പാറമ കയറിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാലത്തെ പ്രാക്ടീസ് എഫേർട്ടും ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ് അത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. അതായത് പേഴ്സൺ ടു പേഴ്സൺ ആളുകൾ യുണീക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും യുണീക്കാണ് അവരവരുടേതായ രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻ 10 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 ആളടുത്തൊന്നും 10 ഒപ്പീനിയനായിരിക്കും കിട്ടുക. അതാണ് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അതേ സമയം അടുത്ത പോയിന്റ് വരുന്നത് സിമിലാരിറ്റീസ് ആണ്. അതായത് ഇപ്പം ചില സിറ്റുവേഷൻസ് എത്ര പേർക്ക് കൊടുത്താലും, എത്ര 10 അല്ല 100 കൊടുത്താലും, ഇപ്പം കണ്ണിലൊരു പൊടി വീണ്ടണമെങ്കിൽ നമ്മൾ കണ്ണിലെ പൊടി എടുത്ത് മാറ്റാൻ തന്നെയാണ് നോക്കുക. അതിപ്പം 10 അല്ല 100 ആളായാലും അതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം ഈ സമയം ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് കാര്യങ്ങളും ബിഹേവിയറിനെ ആസ്പദമാണ്. അതായത് സിമിലാരിറ്റിയും ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസും ഉണ്ട്. അങ്ങനെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹേവിയറിന് ഒരു ലക്ഷ്യം അഥവാ ഒരു ഗോൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണമായിട്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു കുട്ടി വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ വെള്ളം എടുത്ത് കുടിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ദാഹമായിരിക്കും. ലക്ഷ്യം എന്നുള്ളത് ഈ പറയുന്നത് പോലെ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് പെരുമാറുന്നതിനും അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം തീർച്ചയായും ഉണ്ടാവുമെന്നാണ് അപ്പം ഈ പുസ്തകത്തിൽ പറയുന്നത്.
പിന്നെന്ന് വെച്ചാൽ ബിഹേവിയർ ഈസ് ചേഞ്ചബിൾ ടു എ ലാർജർ എക്സ്റ്റെൻറ്റ്. അതായത് ബിഹേവിയർ ചേഞ്ച്, അതായത് നമ്മൾ എപ്പം പറയുന്നതാണ് മാറ്റം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അതേപോലെ തന്നെ ബിഹേവിയറിൻ്റെ കാര്യത്തിലും മാറ്റം വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ചിലപ്പം ചുറ്റുപാടുകളുടെ സ്വാധീനം കാരണമോ അല്ലെങ്കിൽ സ്വയം തോന്നിയത് കാരണമോ ഒരാളുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നല്ലൊരു കുട്ടി ചിലപ്പം ചീത്ത കൂട്ടിട്ട് കാരണം ചീത്തയായിരുന്നോ, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു ചീത്ത അല്ലെങ്കിൽ ഒരു മോശം രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന, നെഗറ്റീവ് രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടായോ അങ്ങനെയെങ്കിലും നല്ലൊരു മനുഷ്യനാവുന്നതും ഈ പെരുമാറ്റത്തിലുള്ള മാറ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ പെരുമാറ്റം സ്ഥിരവുമാണ്. പെരുമാറ്റം എന്ന് പറയുമ്പം ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡാണ്. ഇമോഷൻസും ഫീലിങ്സും തോട്ടും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റമില്ല എന്ന് പറയുന്നത് മിക്കവാറും അവനവൻ്റെ ഐഡിയോളജികളായിരിക്കാം, അവനവൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയും. ചിലർക്ക് ചിലപ്പം നമ്മളുടെ ഓൾഡ് ജനറേഷനിലുള്ളവർ, നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഏജിലൊക്കെ ഉള്ളവർ, അവർ ചെറുപ്പത്തിൽ എന്താണോ വിശ്വസിച്ചത് അത് തന്നെയായിരിക്കും അവരിപ്പം വിശ്വസിക്കുന്നുണ്ടാവുക. എന്തോ ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും അവനവൻ്റെ ഐഡിയോളജിയിലും കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വരില്ല. ഇതൊക്കെ തന്നെയാണ് ബിഹേവിയറിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. പക്ഷെ ബിഹേവിയറിനെ കുറിച്ചിട്ട് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നാൽ ഒരുപാടുണ്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.